എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഇറച്ചിച്ചോറാണ്. ഇതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് മസാല കൂട്ടി വയ്ക്കാം. എന്തൊക്കെ വേണ്ടെന്ന് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഉപ്പ് പാകത്തിന്, ഇതൊക്കെ നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതിന് മുന്നേ ഈ ബീഫ് ഇതൊക്കെ ചേർത്തിട്ട് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ വീട്ടിൽ 2 ആൾക്കാരുള്ളൂ. അത് കാരണം ഞങ്ങൾ 1/2 കിലോ ഇറച്ചിയാണ് എടുത്തുള്ളത്. അത് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിൽ ഇടാം, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. അതിൽ ഞങ്ങൾ അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ആൾക്കാർക്കനുസരിച്ച് ഇറച്ചി വേണം. ഞങ്ങളിപ്പോൾ 2 ആൾക്കാരുള്ള കാരണമാണ് 1/2 കിലോ എടുത്തുള്ളത്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങളാണ് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സബോള. നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി മിക്സർ ജാറിലിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ 6 പച്ചമുളക്, വലിയ മുളകാണ്, നല്ല എരിവുള്ള മുളകാണ്, 6 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അരച്ചിട്ട് വരാം. എനിക്ക് വേണ്ട മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും പുതിനയിലയും ഇത് ചെറുതാക്കി അരിഞ്ഞിട്ട് കാണും. ഇലയും പുതിനയിലൊക്കെ ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പില അരിയൊന്നും വേണ്ട. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഞാൻ സ്റ്റവ് കത്തിച്ച് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കുക്കറൊന്ന് ചൂടായി വരട്ടെ. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇല്ലെങ്കിൽ ഓയിൽ കൊണ്ട് ഉണ്ടാക്കാം. 3 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചാൽ നല്ല സ്വാദായിരിക്കും. അതിലേക്ക് ഒരു 4 സബോള അരിഞ്ഞതിട്ട് കൊടുക്കാം. അത് അധികം വഴന്ന് കുക്കാവൊന്നും വേണ്ട. ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൊടുക്കുക. നന്നായി ഒന്ന് വാടി കിട്ടിയാൽ മതി. നന്നായി ഇതിന് ചുവപ്പ് കളറായിട്ട് ഒരു പകുതിയൊക്കെ ആയാൽ മതി. ചുവപ്പ് കളറായിട്ടൊന്നും വഴറ്റണ്ട. ഒരു പകുതി വാടിയാൽ അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ
ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ പകുതി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് കുറച്ച് മാറ്റി വയ്ക്കണം. അത് നമുക്ക് ചോറിലേക്കുള്ളതാണ്. അത് കുറച്ച് മാറ്റി വയ്ക്കാം, മറക്കരുത് ചതച്ചതിന്. നമുക്ക് ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. എനിക്കൊരു തക്കാളി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3 തക്കാളിയാണ് എടുത്തുള്ളത്. തക്കാളി നന്നായി വഴന്ന് വെച്ചേ. തക്കാളി വന്നിട്ടുണ്ട്. നമ്മളിവിടെ ബീഫ് ഒരു അരമണിക്കൂർ റസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. നന്നായി കുറച്ച് നേരം ഇളക്കി മറിക്കാം. ഉപ്പ് ബീഫിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ സബോള വഴറ്റുമ്പോൾ ഇട്ടിട്ടുണ്ട്. പോരങ്ങ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി മറിച്ചിട്ട് അതാ ഞാനിതാ ഒരു ചെറുനാരങ്ങ നീര് വെച്ച് കൊടുക്കുക. മല്ലിയില ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയിലയും പുതിനയിലൊക്കെ മാറ്റി വെക്കണം. നമുക്ക് ചോറിലേക്കുള്ളതാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബീഫ് വേവാൻ വെള്ളമൊന്നും വേണ്ട. എന്നാലും ആ ബീഫ് വെന്ത വെള്ളത്തിൽ വേണം നമുക്ക് ചോറ് റെഡിയാക്കാൻ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കണം. 1 കപ്പോളം വെള്ളം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഇഞ്ചിയും പച്ചമുളകൊക്കെ അരച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇതിൽ വെന്ത വെള്ളത്തിൽ വേണം നമുക്ക് ചോറ് റെഡിയാക്കാൻ. അതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 7 വിസിലായ. നിങ്ങളുടെ കുക്കറിന് അതിനനുസരിച്ച് ഞാൻ ഇപ്പോൾ ഒരു 7 വിസിൽ അടുപ്പിക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ബീഫ് വെന്ത് വരും. എന്നിട്ട് നമുക്ക് കാണിക്കാം. ബീഫൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ ബീഫ് കഷ്ണങ്ങളൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൻ്റെ വെള്ളമാണ് നമുക്ക് വേണ്ടത് അരി വേവിക്കാൻ.
അപ്പോൾ എല്ലാതും കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം എത്ര ഉണ്ടെന്ന് അളന്ന് നോക്കണം. ഞാൻ ഇവിടെ ഈ കപ്പിന് 2 കപ്പ് അരിയാണ് എടുത്തുള്ളത്. അതിന് 4 കപ്പ് അരി വേണം. അപ്പം ഈ ഗ്രേവി ഈ ഇറച്ചി വേവിച്ച വെള്ളം എത്ര ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളമുണ്ട്. 4 കപ്പ് വെള്ളമാണ് വേണ്ടത്. ബാക്കി വെള്ളം പിന്നെ ഒഴിച്ചെടുക്കാം. നമുക്കൊരു സ്റ്റവ് കത്തിച്ച് വേറെ പാത്രം അടുപ്പത്ത് വയ്ക്കാം. അത് ചൂടായാൽ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും ഒഴിച്ചു കൊടുക്കാം. പാത്രം ഒന്ന് ചൂടായി വരട്ടെ. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മൂത്ത് വന്നാൽ 2 കഷ്ണം പട്ട, ഒരു 4-5 ഏലക്കായ, കരയാമ്പൂവ്, ലീഫ് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സവാള ചെയ്തിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ഉള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാം. സാജീരകം ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ സാജീരകം ഇട്ടിട്ടില്ല. ഇതായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കുക, പുതിനയില, വേപ്പില ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് ഗ്രേവി ഉണ്ട്. ബാക്കി വേണം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ 2.5 കപ്പ് വെള്ളം ചേർത്ത് 2.5 കപ്പ് വെള്ളം. ഗ്രേവിയിൽ നമ്മൾ ഉപ്പിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. കുറച്ചുകൂടി ഉപ്പിടണം.
ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. ഞാനൊന്ന് തിളയ്ക്കട്ടെ വെള്ളം. ഒരു നാരങ്ങയുടെ നീര് വയ്ക്കുക വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ കഴുകി വാരച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരമണിക്കൂർ കുതിർത്തിയിട്ട് കഴുകി വാരച്ചത്. അരി വേവട്ടെ. ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സാക്കിയിട്ട് ഇളക്കി കൊടുത്ത് മിക്സാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി അടച്ച് വെക്കാം. അത് ചെറിയ തീയിൽ പിന്നെ വെക്കണം. ചെറിയ തീയിൽ വെക്കാം. ഇപ്പോൾ ഇതാ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മേലെ നമുക്ക് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി വേവിച്ചത് ഇട്ട് കൊടുക്കാം. മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് ഇറക്കിയ ഉടയും. എന്നിട്ട് കുറച്ച് നേരം കൂടി ആവിയിൽ കുറച്ച് കൊണ്ട് ഇരിക്കട്ടെ. ചെറിയ തീയിൽ കുറച്ച് നേരം കൊണ്ട് ഇരുന്നിട്ട് കുറച്ച് നേരം ഇളക്കിയാൽ മതി. അധികം ഇളക്കിയിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ ഉടഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കച്ചമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങ ചമ്മന്തി വേണമെങ്കിൽ ഉണ്ടാക്കാം. അപ്പം എല്ലാം നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ ചോറ് ബിരിയാണിയുടെ പോലെയല്ല. ഇത് ഇറച്ചിയുടെ സ്റ്റോക്കൊക്കെ ആയിട്ട് വേവിക്കണം. കാരണം നല്ല രസമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് കുറച്ചുകൂടി എരിവൊക്കെ വേണമെങ്കിൽ ഞാൻ അപ്പോൾ ഇതിൽ 4-5 പച്ചമുളകാണ്, നല്ല എരിവുള്ള 4-5 പച്ചമുളകാണ് ചേർത്തുള്ളത്. നമുക്ക് എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചും കൂടിയൊക്കെ ചേർക്കുക. നല്ല അടിപൊളി ഇറച്ചിച്ചോറാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കുക. നല്ല രുചികരമായ ഒരു ഇറച്ചിച്ചോറാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം.